For each of the fractions below, write the decimal form of a fraction with difference less than 1/1000. അതായത് താഴെ കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഫ്രാക്ഷൻസിൻ്റെ 1/1000-നേക്കാളും ചെറിയ ഡിഫറൻസ് വരുന്ന മറ്റൊരു ഫ്രാക്ഷനും അതിൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1/3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് 1/1000 ഡിഫറൻസ് വരുന്ന മറ്റൊരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/3 നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 × 1000 1000 അല്ലേ? 1000/3 എന്ന് വരും. 1000/3 എത്രയാണ്? അപ്പോൾ എന്ത് വരും? 1000/3 നമുക്ക് എങ്ങനെ എഴുതാം? കോഷ്യൻ്റ് എത്രയാണ്? 333 ആണ്. റിമൈൻഡർ എന്താ? 1/3യും 1/3യും അല്ലേ? കോഷ്യൻ്റ് എഴുതി പിന്നെ 1/3 എഴുതി. ഓക്കെ, ഇങ്ങനെ എഴുതാം 1000/3 അല്ലേ? അതായത് 333 + 1/3 എന്ന് എഴുതാം അല്ലേ? ഇതിനെങ്ങനെയും എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് 333 + 1/3. നമുക്ക് കണ്ടുപിടിക്കേണ്ട 1/3യുടെ വാല്യൂ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 1000 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 1000 = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /1000 ആകും. സോ 1/3 = എന്ത് വരും? 333 + 1/3/1000 എന്ന് വരും അല്ലേ? 1/3 = 333 + 1/3/1000. That is 1/3 = 333/1000 + 1/3/1000 എന്ന് വെച്ചാൽ എന്താണ്? ഈ 3യും ഡിനോമിനേറ്ററിലാണ്, 1000ഉം ഡിനോമിനേറ്ററിലാണ് അല്ലേ? അപ്പോൾ 1/3യും 1000 ഡിനോമിനേറ്ററിൽ വരുമ്പോൾ 3 × 1000 3000 ആകും. ഇപ്പോൾ ഇതിനർത്ഥം എന്താണ്? ഈ 1/3 എന്ന് പറയുന്നത് ഈ 333/1000-നേക്കാളും എത്ര കൂടുതലാണ്? + 1/3000 അല്ലേ? അപ്പോൾ 1/3000 കൂടുതലാണ് എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഈ 1/3000 ആണ് എന്ത്? ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിഫറൻസ് അല്ലേ? അതായത് 1/3യുടെയും 333/1000-ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 1/3000 ആണ് അല്ലേ? കാരണം എന്താണ്? 1/3 എന്ന് പറയുന്നത് ഈ 333/1000-നേക്കാളും 1/3000 കൂടുതലാണ് അല്ലേ? അതിനർത്ഥം കൂടുതലുള്ളത് 1/3000 ആണ്. അതിനർത്ഥം എന്താണ്? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 1/3000 ആണ് എന്നാണ് അർത്ഥം അല്ലേ? അത്ര വ്യത്യാസമാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് 1/3000 ആണ്. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഡിഫറൻസ് ഈസ് ലെസ് ദാൻ 1/1000 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ 1/1000-നേക്കാളും ചെറുതാവണം. അപ്പോൾ 1/3000 1/1000-നേക്കാളും ചെറുതാണോ? ആണല്ലേ? 1/3000 ഈസ് ലെസ് ദാൻ 1/1000. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. 1/3000 ഈസ് ലെസ് ദാൻ 1/1000 അല്ലേ? കാരണം എന്താണ്? 1/3000 എന്ന് വെച്ചാൽ എന്താണ്? 3000 പാർട്ടിൽ ഒരു പാർട്ട് അല്ലേ? ഒരു സാധനത്തിനെ 3000 പാർട്ടാക്കി, അത്രയും പീസാക്കി, അതിലൊരു പീസാണ് 1/3000 എന്ന് പറയുന്നത് അല്ലേ? 1/1000 ഒരു സാധനത്തിനെ 1000 പീസാക്കി അതിലൊരു പാർട്ടാണ് അല്ലേ? അപ്പോൾ ഏതാണ് കൂടുതൽ? 3000 പാർട്ടിൽ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ 1000 പീസ് എന്ന് പറയുമ്പോൾ ഓരോ പീസ് കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവും അല്ലേ? 3000 അത്രയും പീസാക്കിയിട്ടില്ലല്ലോ, 1000 പീസല്ലേ ആക്കിയുള്ളൂ. അപ്പോൾ ഒരു സാധനത്തിനെ 1000 പീസാക്കുമ്പോൾ കുറച്ച് കൂടി വലുപ്പം ഉണ്ടാവും. അതിലൊരു പീസാണ് 1/1000 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 1/1000 ആണ് വലുത് അല്ലേ? 1/3000 ഈസ് ലെസ് ദാൻ 1/1000 അല്ലേ? അപ്പോൾ ആ ഡിഫറൻസ് എന്താണ്? കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ ഫ്രാക്ഷൻ എന്താണ്? 1/3യേക്കാളും കുറഞ്ഞ ഡിഫറൻസ് ഉള്ള ഫ്രാക്ഷൻ ഏതാണ്? 333/1000 ആണ് അല്ലേ? അതിൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 333/1000-ൻ്റെ ഡെസിമൽ ഫോം എങ്ങനെ എഴുതാം? ആദ്യം ന്യൂമറേറ്റർ അതേപോലെ എഴുതി 333 എഴുതി. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്? 1 2 3 സീറോസ് ആണുള്ളത്. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് വേണം അല്ലേ? സോ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. 1 2 3 എന്നിട്ട് പോയിന്റ് ഇടാം. പോയിന്റിന് മുമ്പ് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ദ ആൻസർ ഇസ് 0.333 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് 1/6 ആണല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 1/6നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 × 1000 1000 അല്ലേ? 1000/6 എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 1000/6 എത്രയാണ്?
1000/6നെ നമുക്ക് എങ്ങനെ എഴുതാം? കോഷ്യൻ്റ് ഏതാ? 166 അല്ലേ? 166 എഴുതി. പിന്നെ റിമൈൻഡർ 4 ആണ്. സോ 4 പിന്നെ ഈ 6ഉം. ഓക്കെ, അതായത് 166 + 4/6 എന്ന് എഴുതാം. ഓക്കെ, സോ 1000/6നെ നമുക്ക് എങ്ങനെ എഴുതാം? 166 + 4/6 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1/6ൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ ഇൻറ്റു 1000നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /1000 ആകും അല്ലേ? സോ 1/6 = 1/66/1000 + 4/6 × 1000. 1/6 = 166 + 4/6/1000 is 1/6 = 166/1000 + 4/6/1000 എന്ന് വെച്ചാൽ 6ഉം ഡിനോമിനേറ്ററിലാണ്, 1000ഉം ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 6 × 1000, അതായത് 6000 എന്ന് വരും. ഓക്കെ, അപ്പോൾ 1/6 എന്ന ഫ്രാക്ഷന് 166/1000 എന്ന ഫ്രാക്ഷനേക്കാളും എത്ര കൂടുതലാണ്? ഈ 4/6000 കൂടുതലാണ് അല്ലേ? അതിനർത്ഥം എന്താണ്? ഈ 1/6ഉം ഈ 166/1000 എന്ന ഈ രണ്ട് ഫ്രാക്ഷനെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 4/6000 ആണ് അല്ലേ? കാരണം 1/6 എന്ന് പറയുന്നത് ഈ 166/1000നേക്കാളും എത്ര കൂടുതലാണ്? 4/6000 കൂടുതലാണ് അല്ലേ? അത്ര ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? 1/1000നേക്കാളും ചെറുതാവണം അല്ലേ? അപ്പോൾ 4/6000 1/1000നേക്കാളും ചെറുതാണോ? അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ 4/6000ൽ നിന്നും 1/1000 മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പം നെഗറ്റീവ് ആണോ കിട്ടുന്നത് നോക്കാം. നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ 4/6000 1/1000നേക്കാൾ ചെറുതാണെന്നല്ലേ അർത്ഥം അല്ലേ? കാരണം ഒരു ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ വരും? 4 × 1000 4000 മൈനസ് 6000 × 1 അതെന്താ? 6000 ആണ് അല്ലേ? 6000/6000 × 1000 വരും അല്ലേ? അപ്പോൾ 4000 - 6000 എന്ത് വരും? 4000 ആണ് ചെറുത് അല്ലേ? അപ്പോൾ ഒരു മൈനസ് വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ എന്താണ്? 4/6000 ചെറുതാണ് അല്ലേ? ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് മൈനസ് വരുന്നത് അല്ലേ? അപ്പോൾ എന്ത് വരും? നമുക്കെന്ത് പറയാം? 4/6000 ഈസ് ലെസ് ദാൻ 1/1000 എന്ന് പറയാം. ഈ ഡിഫറൻസ് എന്താണ്? 1/1000നേക്കാൾ ചെറുതാണ്. അപ്പോൾ ആ ഫ്രാക്ഷൻ, സോ ഫ്രാക്ഷൻ ഈസ് ഏതാണ്? ഫ്രാക്ഷൻ 166/1000 ആണ് അല്ലേ? അതായത് 1/6നേക്കാളും 1/1000നേക്കാളും ചെറിയ ഡിഫറൻസ് ഉള്ള ഒരു ഫ്രാക്ഷൻ അല്ലേ? 4/6000 ആണ് ഈ ഫ്രാക്ഷൻ, ഈ രണ്ട് ഫ്രാക്ഷൻസും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? കാരണം 4/6000 കൂടുതലാണ് അല്ലേ? അപ്പോൾ ആ ഡിഫറൻസ് 1/1000നേക്കാളും കുറവാണ്. അതുകൊണ്ട് ആ ഫ്രാക്ഷൻ ഏതാണ്? 166/1000 ആണ്. ഓക്കെ, 166/1000 ഡെസിമൽ ഫോം എങ്ങനെ എഴുതുക? ആദ്യം ന്യൂമറേറ്റർ എഴുതി 166 എഴുതി ഈ പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്? 1 2 3 സീറോസ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. 1 2 3 എന്നിട്ട് പോയിന്റ് ഇടാം. പോയിന്റിന് മുമ്പ് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0. ഓക്കെ, അപ്പോൾ 0.166 ആണ് ഡെസിമൽ ഫോം. ഓക്കെ, ഇനി മൂന്നാമത്തതോ? 2/3 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 2/3യെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2 × 1000 2000 വരും അല്ലേ? 2000/3 ആണ്. അത് എത്രയാണ്? ഓക്കെ, അപ്പോൾ 2000/3യെ നമുക്ക് എങ്ങനെ എഴുതാം? കോഷ്യൻ്റ് എന്താ? 666 ആണ്. പിന്നെ എന്താ? റിമൈൻഡർ 2/3യും അല്ലേ? അപ്പോൾ 666 2/3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 666 + 2/3 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് 2000/3 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 2/3യുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ ഇൻറ്റു 1000നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും 1000 ആകും അല്ലേ? സോ 2/3 = 666 + 2/3/1000. That is 2/3 = 666/1000 + 2/3
3യും ഡിനോമിനേറ്ററിലാണ്, 1000 ഡിനോമിനേറ്ററിലാണ് അല്ലേ. അപ്പോൾ 3 × 1000 3000 വരും ഡിനോമിനേറ്ററിൽ. ഓക്കെ, 2/3 എന്ന ഫ്രാക്ഷനും 666/1000 എന്ന ഫ്രാക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, 2/3000. കാരണം എന്താണ്, 2/3 എന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 666/1000 എത്ര കൂടുതലാണ്, 2/3000 കൂടുതലാണ് അല്ലേ. അപ്പോൾ 2/3000 ആണ് കൂടുതൽ, അതാണ് അവ തമ്മിൽ ഈ രണ്ട് ഫ്രാക്ഷൻസും അതിന് മുമ്പുള്ള രണ്ട് ഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഈ 2/3000 1/1000 ചെറുതാണെന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1/1000 കുറവുള്ള ഡിഫറൻസ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് 2/3000 ആണ്. 2/3000 1/1000 ചെറുതാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2/3000 നിന്നും 1/1000 കുറക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വരും, 2 × 1000 2000 മൈനസ് 1 × 3000 3000 ആണ്, ബൈ എന്ത് വരും 3000 × 1000 അല്ലേ. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ആണല്ലോ. 2000 നിന്നും 3000 മൈനസ് ചെയ്താൽ എന്താണ്, മൈനസ് ആണ് അല്ലേ. കാരണം ചെറിയ നമ്പറാണ് 2000, അതിനേക്കാൾ വലുതാണ് 3000. അപ്പോൾ നെഗറ്റീവ് വരും അല്ലേ. അപ്പോൾ നെഗറ്റീവ് വന്നാൽ അതിനർത്ഥം എന്താണ്, നെഗറ്റീവ് വരുമ്പോഴും എന്താണ്, ഒരു ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറക്കുമ്പോഴാണ് നെഗറ്റീവ് വാല്യൂ വരിക അല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണ്, 2/3000 ഒരു ചെറിയ നമ്പറാണ് 1/1000 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 2/3000 ഈസ് ലെസ് ദാൻ 1/1000 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എന്താ, 1/1000 ചെറുതാണ്. സോ ദ ഫ്രാക്ഷൻ ഈസ് 666/1000 ആണ്. അപ്പോൾ അതിൻ്റെ ഡെസിമൽ ഫോം എങ്ങനെ എഴുതാം, ആദ്യം ന്യൂമറേറ്റർ എഴുതി, അത് 666 എഴുതി, ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്, 1 2 3 zeros ആണുള്ളത്. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് 1 2 3 എന്നിട്ട് പോയിന്റ് ഇടാം. പോയിന്റിന് മുമ്പ് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 0.666 ആണ് ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യന് 5/6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5/6നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 5 × 1000 5000 ആണ് അല്ലേ. സോ 5000/6 എന്ന് കിട്ടും. അത് എത്രയാണ്, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 5000/6നെ നമുക്ക് എങ്ങനെ എഴുതാം, കോഷ്യൻ്റ് എത്രയാണ്, 833 ആണ്. സോ 833, റിമൈൻഡർ 2 ആണ് അല്ലേ. സോ 2/6 എത്രയാണ്, 2/6 എന്ന് എഴുതാം. അല്ലെങ്കിൽ 833 + 2/6 എന്ന് എഴുതാം. ഓക്കെ, സോ 5000/6 എന്ന് വെച്ചാൽ 833 + 2/6 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് 5/6ൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ ഇൻറ്റു 1000നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /1000 ആകും അല്ലേ. സോ 5/6 ഈസ് ഈക്വൽ ടു 833 + 2/6/1000 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5/6 ഈസ് ഈക്വൽ ടു 833/1000 + 2/6/1000 അല്ലേ. 6 ഡിനോമിനേറ്ററിലാണ്, 1000 ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 6 × 1000 വരും, അതായത് 6000. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം എന്താ, 5/6 എന്ന് പറയുന്നത് 833/1000 എന്ന ഫ്രാക്ഷനേക്കാളും എത്ര കൂടുതലാണ്, 2/6000 കൂടുതലാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 5/6 833/1000 എന്ന രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ, 2/6000 ആണ് അല്ലേ. കാരണം എന്താണ്, 5/6 എന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 833/1000 2/6000 കൂടുതലാണ് അല്ലേ. അപ്പം ഈ 2/6000 ആണ് ഡിഫറൻസ്, ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും മുമ്പുള്ള രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിഫറൻസ് 2/6000 ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് 1/1000 കുറവാണെന്ന് ചെക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2/6000നെ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. എന്തിൽ നിന്ന്, 1/1000 നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ആൻസർ നെഗറ്റീവ് ആണോ കിട്ടുന്നത്, നെഗറ്റീവ് ആണെങ്കിൽ എന്തായി, ഈ 2/6000 എന്താണ്, ചെറിയ വാല്യൂ ആണ്, 1/1000 ചെറുതായിരിക്കും അല്ലേ. കാരണം ഒരു ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് വരിക അല്ലേ. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് നോക്കാം. 2 × 1000 എന്താ, 2000 ആണ്, മൈനസ് പിന്നെ 1 × 6000 അത് എത്ര, 6000 ആണ്, ബൈ
ഡിനോമിനേറ്ററിൽ 6000 ഇൻറ്റു 1000 എന്ന് വരും. ദാറ്റ് ഈസ് ഇപ്പോൾ 2000 മൈനസ് 6000 എന്താണ്, നെഗറ്റീവാണ് വരിക അല്ലേ? കാരണം എന്താണ്, ചെറിയ നമ്പറാണ്, 6000-നേക്കാൾ ചെറുതാണ് 2000 അല്ലേ? അപ്പോൾ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറക്കുമ്പോൾ അത് മൈനസ് നെഗറ്റീവ് വന്ന് അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താണ്, ഈ 2/6000 ഈ 1/1000-നേക്കാളും ചെറിയ നമ്പറാണ് എന്നാണ് അർത്ഥം അല്ലേ? കാരണം ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറക്കുമ്പോഴാണല്ലോ നെഗറ്റീവ് വരിക അല്ലെ? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറച്ചാൽ നെഗറ്റീവ് വരില്ല, പോസിറ്റീവേ വരുള്ളൂ അല്ലെ? അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 2/6000 ഈസ് ലെസ് ദാൻ 1/1000 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എന്താ, 1/1000-നേക്കാളും ചെറുതാണ്. സോ ദ ഫ്രാക്ഷൻ ഈസ്, ഏതാണ് ഫ്രാക്ഷൻ? ഡിഫറൻസ് 1/1000-നേക്കാളും ചെറിയ ഡിഫറൻസ് വരുന്ന ഫ്രാക്ഷൻ എന്താണ്, 5/6-നേക്കാളും. ദാറ്റ് ഈസ് 833/1000 ആണ് അല്ലേ? ഇതിൻ്റെ ഡെസിമൽ ഫോം എങ്ങനെ എഴുതാം, ആദ്യം ന്യൂമറേറ്റർ എഴുതി 833 എഴുതി, ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോ ഉണ്ടെന്ന് നോക്കാം. 1 2 3 zeros ആണുള്ളത്. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. 1 2 3 എന്നിട്ട് പോയിന്റ് ഇടാം. പോയിന്റിന് മുമ്പ് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ദ ആൻസർ ഈസ് 0.833 ആണ്. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. 1/7 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 1/7 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 1 × 1000 1000 അല്ലേ? അപ്പോൾ 1000/7 എന്ന് വരും. 1000/7 എത്രയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 1000/7 നമുക്ക് എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ എത്രയാണ്, 142 അല്ലേ? അപ്പോൾ 142, റിമൈൻഡർ 6 ആണ്. സോ 6/7 അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം, 142 + 6/7 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1000/7 എന്ന് വെച്ചാൽ എന്താ, 142 + 6/7 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1/7 വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ ഇൻറ്റു 1000-നെ ഇക്വൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 1000 ആവും. സോ 1/7 = 142 + 6/7/1000. ഓക്കെ, ദാറ്റ് ഈസ് 1/7 = 142/1000 + 6/7/1000 എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ 7 ഉണ്ട് 1000 ഉണ്ട്. അപ്പോൾ 7 × 1000 7000 ആണ് ഡിനോമിനേറ്ററിൽ വരിക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും, ഏത് ഫ്രാക്ഷന്, 1/7 എന്ന ഫ്രാക്ഷൻ്റെയും 142/1000 എന്ന ഫ്രാക്ഷൻ്റെയും ഡിഫറൻസ് ആണ് എന്ത്, 6/7000 എന്ന് പറയുന്നത് അല്ലേ? കാരണം എന്താണ്, 1/7 എന്ന് പറയുന്നത് 142/1000-നേക്കാളും എത്ര കൂടുതലാണ്, 6/7000 കൂടുതലാണ് അല്ലേ? അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് ഫ്രാക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, 6/7000. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് 1/1000-നേക്കാളും ചെറുതാവണം. 6/1000 1/1000-നേക്കാളും ചെറുതാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6/7000-ൽ നിന്നും 1/1000 മൈനസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വരും, 6 × 1000 6000 ആണ്, നടുക്കുള്ള സൈന് മൈനസ്, പിന്നെ 7000 × 1 7000 ആണ്, ബൈ ഡിനോമിനേറ്ററിൽ 7000 × 1000. ഓക്കെ, ദാറ്റ് ഈസ് 6000 - 7000 എന്താ, മൈനസ് വാല്യൂ ആണ് വരുന്നത് അല്ലേ? നെഗറ്റീവാണ്. കാരണം 7000-നേക്കാളും ചെറുതാണ് ഈ 6000 അല്ലേ? അപ്പോൾ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ മൈനസ് ചെയ്താൽ നെഗറ്റീവാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആൻസർ നെഗറ്റീവാണ് വരുന്നത്. അതിനർത്ഥം എന്താണ്, ഈ 6/7000 1/1000-നേക്കാളും ചെറുതാണ് അല്ലേ? കാരണം ഒരു ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് കിട്ടുക അല്ലേ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്താൽ നെഗറ്റീവ് കിട്ടില്ല, പോസിറ്റീവാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഇത് നെഗറ്റീവാണ് ആൻസർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 6/7000 ഈസ് ലെസ് ദാൻ 1/1000 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എന്താണ്, 1/1000-നേക്കാളും ചെറുതാണ്. അപ്പോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും, 142/1000 ആയിരിക്കും അല്ലേ? സോ ഫ്രാക്ഷൻ ഈസ് 142/1000. ഇതിൻ്റെ ഡെസിമൽ ഫോം എഴുതാം. അതിന് വേണ്ടി ന്യൂമറേറ്റർ ആദ്യം എഴുതാം 142, ഇനി പോയിന്റ് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര zeros ഉണ്ട്, 1 2 3 ആണുള്ളത്. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം, 1 2 3 എന്നിട്ട് പോയിന്റ് ഇടാം. പോയിന്റിന് മുമ്പ് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 0.142 ആണ് ആൻസർ. ഓക്കെ.